ഈസലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിശുദ്ധ കുർബാനയ്ക്കിടയിലുള്ള സുവിശേഷ ഭാഗങ്ങളിലൂടെ ഈശോയുടെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ നമ്മൾ കേൾക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലും ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നതും ഈ സുവിശേഷ ഭാഗത്തിൽ ഈശോ അത് തന്നെയാണ് ചെയ്യുന്നത്. ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഈ ഭാഗങ്ങളുടെ ഒരുപാട് കമന്ററികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് കേൾവിക്കാർക്ക് അത് പുതിയൊരു വിഷയമായിരുന്നു. അതായത് പുതിയൊരു കാര്യത്തെ കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഈശോ പഠിപ്പിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്ന ആളുകൾക്ക് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അതേ ഭാഗം തന്നെ ഇന്ന് നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും വിശുദ്ധ കുർബാന എന്താണെന്ന് അറിയാം, എങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്ന് നമുക്കറിയാം. ഇനി ആകെ ചെയ്യാനുള്ളത് ഈ വിശുദ്ധ കുർബാനയെ കൂടുതലായിട്ട് സ്നേഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഏക ലക്ഷ്യവും ഇത് തന്നെയാണ്: വിശുദ്ധ കുർബാനയെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കണം. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയെ കുറിച്ച് കൂടുതൽ അറിയുവാനും അതോടൊപ്പം തന്നെ അറിയുന്നതിനോടൊപ്പം കൂടുതൽ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും ശ്രമിക്കണം.